കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു, കുറച്ച് അകത്തോട്ട് കടൽ കയറിപ്പോയി. ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായി എന്നാണ് റിപ്പോർട്ട്. ഈ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നിഖിൽ പ്രമേഷ് ശരിക്കാണ്. വീണ്ടും കടൽ ഉൾവലിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. നിഖിൽ, ശരിക്കും എവിടെയാണ് ഈ പ്രതിഭാസം കണ്ടത്? കള്ളക്കടൽ പ്രതിഭാസം തന്നെയാണെന്നാണോ വിവരം? ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായതിന്, അതായത് ഇന്നലെ കടൽ ഉൾവലിഞ്ഞതിന് ഏതാണ്ട് ഒരു അല്പം മാറി ആണ് വീണ്ടും ഈ കടൽ ഉൾവലിയുന്ന സാഹചര്യം ഉണ്ടാകും. നോക്കൂ, ഇവിടെ ഒന്നും തന്നെ നമുക്ക് തിരമാലകൾ കാണാനേ ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്നലെ രാത്രിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണത് അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്ററിന് അധികം ഭാഗത്ത് ഈ കടൽ തിരമാലകളില്ല. കടൽ നന്നേ ഉൾവലിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു 200 മീറ്ററിലധികം തന്നെ ഉൾവലിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തൊന്നും തന്നെ തിരകളില്ല. നമുക്കറിയാം, സത്യത്തിൽ ഈ രാവിലെയൊക്കെ ഇതിന് തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ, അതായത് ഈ ഭാഗങ്ങളിലൊന്നും ഏതാണ്ട് ഒരു 500 മീറ്റർ ഭാഗത്ത് തിരമാലകളില്ല. അല്പം അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരമാലകൾ കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രതിഭാസം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അത് മാറും, അത് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരുമെന്ന് ആളുകൾ കരുതുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോഴുള്ള ഈ ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ, നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള അതിന് സമീപത്തായി സൗത്ത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് ഏതാണ്ട് 500 മീറ്ററിലധികം ഭാഗത്ത് കടൽ ഉൾവലിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളാണോ? അതെ, കോഴിക്കോട് ആൾക്കാരാണ്. എന്താണ് മുൻപ് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി? നമ്മളിപ്പം 10-15 വർഷം ഇവിടെ നടക്കുന്നത്. ഇത് ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്റ്റില്ലായി കാണുന്നത്. ഇത് ചാകരാണ്, ഈ ചളിയാണ്. ഇത് ഈ സമയത്ത് ഈ ചാകര ഇവിടെ ഉണ്ടാവും. ഇതിന് കുറേ കഴിയുമ്പോൾ ഈ കടലിൽ ശോഭ ആദ്യം ഇങ്ങനെ വരുമ്പോൾ ഇത് ആദ്യം പോകും. ഇത് ജീവനുള്ള ഒരു സാധനമാണ്. ഒരു ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നല്ല കാര്യം. ഈ ഉള്ള സ്ഥലത്താണ് മത്സ്യങ്ങളൊക്കെ വരിക. ഈ ചാകരയുള്ള സ്ഥലത്ത് വേറെ കടലുണ്ടാവില്ല. കടൽ ഇതിൻ്റെ മുകളിൽ വരില്ല. ഇനി ഇപ്പം ഈ ഭാഗത്ത് കടൽ ആദ്യം വരുമ്പോൾ ഇത് നന്നായിട്ട് പോവും. പിന്നെ വേറെ എവിടെയെങ്കിലും എത്തും. ഇതാണ് സംഭവം. അല്ലാണ്ട് വേറെ കോളോ മറ്റുള്ള ഒന്നും സംഭവം നല്ലത്. അപ്പോൾ ഇതൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പിന്നെ ഇന്നലെ രാത്രി വന്നിരുന്നു അത് അറിഞ്ഞപ്പോൾ? രാത്രി വന്നില്ല. രാവിലെ ഇപ്പോൾ ഡെയിലി നടക്കാൻ വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മുമ്പിൽ പറഞ്ഞാൽ ശരിയായിരിക്കും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ കാണുന്നത്. കുറേ കാലമായിട്ട് ഞങ്ങൾ നടക്കുന്നതാണ്, പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതേപോലെ ഇങ്ങനെ കടൽ ഉൾവലിയുന്നതിന് മുമ്പ് വന്നിട്ട് ഏകദേശം ചെറിയ ന്യൂസുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കാണുന്നത്, നിശ്ചലമായിട്ടൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 2 സാധ്യതകളാണ് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ആളുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഒന്ന്, ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരു ചേട്ടനാണ് സംസാരിച്ചത്. അദ്ദേഹം അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചാകരയുടെ വരവാണ് എന്നുള്ളതാണ്. അതായത് കടലിലേക്ക് ചാകര വരുന്നതിന് മുൻപുള്ള അതിൻ്റെ ഒരു കടൽ കാണിക്കുന്ന ഒരു സൂചനയാണിത് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ നോക്കൂ, നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പതുക്കെ കടൽ കയറി തുടങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് സ്കെയിൻ. അതായത് കടലില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പതുക്കെ ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങുകയാണ്. കഴിഞ്ഞ കുറേ അധികം സമയമായിട്ട് ഇവിടെയൊക്കെ ഈ ഭാഗമൊക്കെ നിശ്ചലമായി കിടക്കുകയായിരുന്നു. ഇപ്പൊ പതുക്കെ ഇങ്ങനെ വെള്ളം ഈ ഭാഗത്തേക്ക് വന്നു തുടങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണോ ഇത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്പം വെള്ളം ഇങ്ങനെ കരയിലേക്ക് കയറി തുടങ്ങുന്നു. ആ കടൽ ഉൾവലിഞ്ഞ പ്രതിഭാസം അത് പതിയെ പിൻവാങ്ങുന്നു എന്നാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. അശ്വതി കമന്റ് ബോക്സിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ബോധ്യപ്പെട്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.